ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോക്കാട്ടുമുച്ചിലോട്ട് പെരുങ്കളിയാട്ടം 2ാം ദിവസത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ രാവിലെ മുതൽ തെയ്യമുണ്ട്. അപ്പോൾ തെയ്യത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്നു. ഇനി നമുക്ക് മുച്ചിലോട്ടെ കാഴ്ചകൾ കാണാം. ജഗദീശ്വരി ജഗന്മയി ശ്രീ മുച്ചിലോട്ടംബികയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആഘോഷ കമ്മിറ്റി ഭക്തിനിർഭരമായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും തിരുമുറ്റത്ത് കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർക്കളി, ഇങ്ങനെ 2 തെയ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ പുറപ്പാടാണ് ഇപ്പോൾ കാണുന്നത്. കണ്ണനെ കാട്ടിയ ഭഗവതിയാണ് കണ്ണങ്ങാട്ട് ഭഗവതി, അതായത് യോഗമായാദേവി. അടുത്ത പുലിയൂർക്കാളി ദൈവത്തിൻ്റെ പുറപ്പാടാണ്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ശിവനും പാർവതിയും പുലിവേഷത്തിൽ പുലിക്രീഡയിൽ മുഴുകിയപ്പോൾ 5 പുലിമക്കളുണ്ടായിന്ന്. അങ്ങനെ ഉണ്ടായ പുലിമക്കളിൽ പാർവതി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവിയാണ് പുലിയൂർക്കാളി. അപ്പോൾ 2 തെയ്യം കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ തെയ്യത്തിന് തൊഴാൻ പോയതാണ്. ഇപ്പോൾ ആദ്യം ഇരിക്കുന്നത് പുലിയൂർക്കാളിയും പിന്നെ ഇരിക്കുന്നത് കണ്ണങ്ങാട്ട് ഭഗവതിയാണ്. തൊഴാൻ പോയപ്പോഴത്തേക്കും ഹനിക്ക് തെയ്യത്തിന് കണ്ടിട്ട് ഇത്തിരി പേടിയായി. അതാണ് ഹനീനെ എടുക്കേണ്ടി വന്നു. പിന്നെ തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും പേടി മാറി. അങ്ങനെ ഞാൻ ഹനീനെ എടുത്തിട്ട് പുലിയൂർക്കാളി ദൈവത്തിൻ്റെ അടുത്ത് തൊഴാൻ പോവുകയാണേ. കണ്ണങ്ങാട്ട് ഭഗവതിൻ്റെ അടുത്ത് ഓൾറെഡി തൊഴുതു. അതിനുശേഷം ഞങ്ങൾ മുച്ചിലോട്ടെ 2 പ്രധാന പള്ളിയറകൾക്ക് പുറകിലായിട്ട് മുണ്ടിയ എന്നറിയപ്പെടുന്ന മറ്റ് 2 അറകളും കൂടിയുണ്ട്. അങ്ങോട്ട് പോവുകയാണേ. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും കുണ്ടോറ ചാമുണ്ടിയുടെ പുറപ്പാടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുമായിരുന്നു. ദുഷ്ടനായ ദാരികാസുരനെ വധിക്കാൻ പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ കാളിയാണ് കുണ്ടോറ ചാമുണ്ടി. പിന്നെ ഞങ്ങൾ കണ്ടത് വിഷ്ണുമൂർത്തി തെയ്യമാണ്. ഹിരണ്യകശിപുവിനെ കൊന്ന് പ്രഹ്ലാദനെ രക്ഷിച്ച് സാക്ഷാൽ നരഹരി ഭഗവാനാണ് വിഷ്ണുമൂർത്തി, മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരം.
വിഷ്ണുമൂർത്തി തെയ്യം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ കൊണ്ടുവച്ച ചമുണ്ടീനെ കണ്ടില്ലേ, അപ്പോൾ ആ തെയ്യത്തിന് തൊഴാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പള്ളിയറയുടെ മുമ്പിലെത്തി. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഹനിക്ക് പേടിയൊക്കെ മാറി. ഹനി നന്നായിട്ട് പൈസയൊക്കെ കൊടുത്ത് തൊഴുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എല്ലായിടത്തും കുടിവെള്ള വിതരണം ബാക്കി സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണശാലയെത്തി. ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ ഒരേ സമയം 3000-ഓളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇത്രയും വലിയ ഭക്ഷണശാലയാണ്. കളിയാട്ടത്തിൻ്റെ 4 ദിവസങ്ങളിലായിട്ട് 6 നേരം മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഇല വന്നു, ഗ്ലാസ് വന്നു, വെള്ളം വന്നു. മെനു ഒക്കെ ഇന്നലെ വൈകിട്ടത്തെ സെയിം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഹനിക്ക് ടോയും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ കളിയാട്ട കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.